കൊല്ലം മൈനാഗപ്പള്ളിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആളുടെ മൃതദേഹം ജീർണിച്ച നിലയിൽ കണ്ടെത്തി. വടക്കൻ മൈനാഗപ്പള്ളി സ്വദേശി രാധാകൃഷ്ണപിള്ളയാണ് മരിച്ചത്. രാധാകൃഷ്ണപിള്ള താമസിച്ചിരുന്ന ഷെഡിന് സമീപത്താണ് പഴക്കം ചെന്ന മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ഷെഡിനുള്ളിൽ നിന്ന് തെരുവ് നായ്ക്കൾ പുറത്തേക്ക് വലിച്ചിട്ടെന്നാണ് സംശയം. ഇന്നലെ വൈകിട്ട് ഏകദേശം ഒരു 4 മണിയോടുകൂടി ഇവിടെ പുഴയിടം വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ ഒരു സ്മെല്ലടിച്ചു എന്നറിഞ്ഞുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു പയ്യൻ ഉടങ്ങാണ്ട് വന്ന് നോക്കിയപ്പോൾ അവൻ എന്താണെന്ന് മനസ്സിലാകാത്ത പോലെ തിരിച്ചു കൂടുകയാണ് ഇത്. അപ്പോൾ തന്നെ അവരുടെ സഹോദരി ഭർത്താവ് തൊട്ടപ്പുറത്താണ് താമസം. അദ്ദേഹത്തെ വിവരം അറിയിച്ചു. അദ്ദേഹം പഞ്ചായത്ത് മെമ്പർ എന്നുള്ളതിൽ എന്നെ വിളിക്കുകയും അദ്ദേഹം അത് കണ്ടില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് ഞാൻ നോക്കാൻ വരുമ്പോൾ ഞാൻ വിചാരിച്ച ആള് കിടക്കുന്നു എന്നുള്ളതാണ് നോക്കിയത്. പക്ഷെ അവിടെ നോക്കുമ്പോൾ ആളല്ല കിടന്നത്. അവിടെ ഒരു കൂട്ടം എല്ലും കഷ്ണങ്ങളും ചെറിയ പഴംതുണികളും മാത്രമാണ് കിടക്കുന്നത്. തലയോട്ടിയുടെ പോലും മുടികളെല്ലാം അതിൽ നിന്ന് പൊഴിഞ്ഞു പോയിരിക്കുന്നു. വളരെ ദാരുണമായ ഒരു സംഭവമാണ്. ലിജോ റോളൻസ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ലിജോ, ഇതെന്താണ് സംഭവം എന്നാണ് നാട്ടുകാർ പറയുന്നത്? പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടല്ലോ, പോലീസ് എന്താണ് പറയുന്നത്? ജീന, ഈ വടക്കൻ മൈനാഗപ്പള്ളി സ്വദേശിയുള്ള രാധാകൃഷ്ണൻ പിള്ളയ്ക്ക് 55 വയസ്സായിരുന്നു. ഇയാൾ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. മറ്റു നോക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ആരും ഉണ്ടായിരുന്നില്ല. ഇയാൾ ഒരു ക്ഷയരോഗിയായിരുന്നു. അപ്പോൾ അത് അതിഗുരുതരമായി അയാൾക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 1 മാസത്തോളമായി പുറത്തേക്ക്, അതായത് നാട്ടുകാരും തന്നെ കണ്ടിരുന്നില്ല. അല്ലാത്തപ്പോൾ ഈ ജംഗ്ഷനിലൊക്കെ ആളുകൾ വന്നിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പോകുന്ന ഒരു ശീലം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. പക്ഷെ ആരും ഇയാളെ അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് സമീപത്ത് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഒരാൾ വന്നിരുന്ന സമയത്ത് ഒരു സ്മെല്ലടിക്കുകയും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഒരു എല്ലിൻ കഷ്ണങ്ങളാണ് ആളുകൾ കണ്ടെത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് മെമ്പറാണ് നമ്മളോട് സംസാരിച്ച അയാളാണ് ആദ്യം അവിടെ വന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത്. ഉടൻ തന്നെ ശാസ്താംകോട്ട പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അതായത് വീടിനുള്ളിൽ, നമ്മൾ വീടെന്ന് പറയാൻ കഴിയില്ല, ദൃശ്യം കാണുന്നത് പോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചു കെട്ടിയ ഒരു ഷെഡിനുള്ളിലായിരുന്നു കിടന്നിരുന്നത്. ഒരുപക്ഷെ അവിടെ ഈ മരിച്ചു കിടന്ന ഇയാളുടെ മൃതദേഹം നായ്ക്കൾ ഒരുപക്ഷെ കടിച്ച് പുറത്തേക്ക് ഇട്ടതായിരിക്കാം എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. മരണത്തിന് ശേഷം ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാമെന്നുള്ളതാണ് നിഗമനം. അന്വേഷണം എന്തായാലും ഇപ്പോൾ ശാസ്താംകോട്ട പോലീസ് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ആളുകൾ, അതായത് ഇത്തരത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ഉണ്ടായിരുന്നിട്ട് അത് കൃത്യമായി ആരും, ബന്ധുക്കളൊക്കെ തന്നെ കുറച്ചകലെ ഉണ്ടായിരുന്നിട്ട് പോലും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വിഷമപ്പെടുത്തുന്ന ഒരു കാര്യം.